ഹലോ. ആരാണ്? നമസ്കാരം. ഞാൻ ഇവിടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന അങ്ങ് വിളിച്ചു നോക്കിയതാണ്. ഇന്നലെ വിളിച്ച് കിട്ടിയില്ല. ഓക്കെ ഓക്കെ. എന്താണ് പേര്? ഞാനിത് കണ്ണൂരാണ് എന്റെ പേര്. ഞാന് ഡിവോഴ്സ് ആണ്, പക്ഷെ നിങ്ങള് താലി കെട്ടി വന്നത് മാത്രമേ ഉള്ളൂ. പെണ്ണ് കെട്ടിപ്പോയതിൽ വന്നേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തൃശ്ശൂരിലായിരുന്നു. 2017 കഴിച്ചത്. അത് ഫാമിലിയിലെ ഒരു ഫ്രണ്ട് തന്നെ ആലോചന കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ എൻക്വയറി നടത്തിയില്ല. അപ്പോ ഭംഗിയായിട്ട് കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അറിയുന്നത് അവരൊരു സൈക്കാട്രി പ്രോബ്ലൊരു പേഷ്യന്റ് ആയിരുന്നു പെൺകുട്ടി. പക്ഷെ അസുഖം ഇപ്പൊ മനുഷ്യരല്ലേ, അതുകൊണ്ട് തള്ളി പറഞ്ഞില്ല. ഞാൻ മനസ്സുകൊണ്ട് കൂടെ നിർത്തി. കുറച്ച് ദിവസം നോക്കി, പക്ഷെ എങ്കില് അതായത് മനസ്സുകൊണ്ടാണ് കൂടെ നിർത്തിയത്, ശരീരം കൊണ്ടല്ല. പക്ഷെ ഞാൻ ഡോക്ടറായിട്ടെല്ലാം കൺസൾട്ട് ചെയ്തു. അപ്പൊ ഡോക്ടറാണ് വിധി പറയുന്നത് ദാമ്പത്യം പറ്റില്ല എന്നത്. പിന്നെ അങ്ങനെ കുറച്ച് 1.5 വർഷം രണ്ട് വീട്ടിലായിട്ട് പോയി. പിന്നെ 2 വർഷം ഞാനും അങ്ങനെ നടന്നു. എന്നുവെച്ചാല് മാനസികമായിട്ട് നമ്മളും ഒരു ഇതാവുമല്ലോ, ഷോക്കിങ്ങിലായതുകൊണ്ട് കല്യാണം വേണ്ടാന്ന് വെച്ച് നടന്നു. പിന്നെ അമ്മ പ്രായമാവുന്നു, പിന്നെ മറ്റുള്ള പ്രേരണി. പിന്നെ ഞാനും ചിന്തിച്ചു, ഒറ്റയ്ക്കാകുമ്പോഴേ ഒരു ഒറ്റപ്പെടൽ ഒരു വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. അപ്പൊ അതുകൊണ്ടൊരു കൂട്ട് വേണം എന്നൊരാഗ്രഹം തോന്നി. പിന്നെയാണ് ഓരോ ഓൺലൈൻ വീഡിയോകൾ വഴിയുള്ള ശ്രമം നടത്തുന്നത്. പക്ഷെ എവിടെയും ഒന്നും സെറ്റാവുന്നില്ല. പക്ഷെ ഇതിലും ഞാനിപ്പോ ഒരു ജോയിനിങ് ആയിട്ട് ഒരു 1-2 മാസം ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് നോക്കും, പക്ഷെ ഒന്നും കറക്റ്റ് ബില്ലിംഗ് ആവുന്നൊന്നും കണ്ടില്ല. അപ്പൊ അതാണ് ഞാൻ വീഡിയോയിലേക്കും വന്നത്. ഈ സൈക്കാട്രിയുടെ പ്രശ്നം എന്ന് പറയുമ്പോഴേ എന്തായിരുന്നു ആക്ച്വലി പ്രശ്നം? അതായത് എന്താ പറയാ, ഒരു കെട്ടിയതൊക്കെ വലിച്ച് ഓരോ ഇതുണ്ടല്ലോ, ഓരോ കാറ്റഗറി ഉണ്ടല്ലോ ഈ മറ്റേ വയലന്റ് ആവില്ല. മാല എന്റെ ഇതിലന്ന് എനിക്ക് വന്ന അനുഭവം എന്ന് പറഞ്ഞാൽ മാല പൊട്ടിക്കലും മോതിരം വലിച്ചു ചാടുന്ന ഒരു അവസ്ഥയും കെട്ടിയതൊക്കെ വലിച്ചെറിയുന്നതും പിന്നെ ചുറ്റുപേരും പറയുകയും അങ്ങനെയൊക്കെയാണ് ഒരു സീൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം അതൊരു ഫ്രാങ്ക്, ഇപ്പം കാലഘട്ടം അങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് കൂടായി എടുത്തു. എന്നെ പറ്റിക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു, കോമഡി ആണെന്നൊക്കെ വിചാരിച്ചു. വയ്യാണ് മനസ്സിലായത് അത് രൂക്ഷമായ രീതിയിലേക്കാണ് പോകുന്നുള്ളത്. പക്ഷെ അവിടെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനോ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു പഴച്ചു വെക്കുകയാണ്. ഞാനാണ് മെന്റലി ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയത്. എന്നിട്ട് അവരെ അച്ഛനമ്മയെ, അവരെ പെണ്ണിന്റെ അച്ഛനമ്മന് വിളിച്ചു. അവര് പക്ഷെ ഇത് അറിഞ്ഞ ഒരാളായിരുന്നു. പക്ഷെ ആദ്യം നമ്മുടെ അത് പറഞ്ഞിട്ടില്ല. അവർക്ക് ഇങ്ങനെ അസുഖം ഉണ്ട് എന്നുള്ളത് ആദ്യം അറിയും, പക്ഷെ അവരത് നമ്മുടെ അടുത്ത് വെളിപ്പെടുത്താതെയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. പിന്നെ വന്നുപോയി കഴിഞ്ഞ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ മാനസികമായിട്ട് ഞാൻ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം എല്ലാം റിക്കവറായി. എന്താ പറയാ, ഇപ്പൊ മറ്റൊരു വിഭാഗത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 6-7 മാസം, 1 കൊല്ലത്തോളം ആവാനായി. ഒന്നും ശരിയായി വരുന്നില്ല. പക്ഷെ കുറെ ഭാഗം എല്ലാരും നമുക്കൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചില ഘട്ടങ്ങളിൽ ചില സമയങ്ങളിൽ ഒരാൾ വരും, ഉണ്ടെന്ന് പറയും, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. പക്ഷെ അവര് പോലും ചില ഘട്ടങ്ങളിൽ അവിടുന്ന് പൈസ പോലും കൊണ്ടുപോയിട്ട് വച്ചിച്ച ആൾക്കാർ വരെ ഇതിലുണ്ട്. എന്നുവെച്ചാല് ഇന്ന് ആരെയും ഒരു ഇത് പറയാൻ പറ്റില്ല. അവിടെ ഈ സാറിപ്പം നടത്തുന്ന വീഡിയോ ഒരു നല്ലതാണ്. ഒരാളുടെ അനുഭവങ്ങൾ കൂടുതലും അങ്ങോട്ട് എന്റേതായാലും പെൺകുട്ടിയുടെ അനുഭവങ്ങൾ പരസ്പരം കാണാനും കേൾക്കാനും സാധിക്കുമ്പോ നമുക്ക് ഒരാളെ അറിയാൻ പറ്റുമല്ലോ ശരിക്കും. അപ്പൊ അതൊരു നല്ലൊരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ട്രൈ ചെയ്യുന്നു. ഇപ്പൊ കിട്ടിയ തന്നെ വലിയൊരു ഭാഗ്യം. അതിന് ഞാൻ തന്നെ പറഞ്ഞപ്പോ അല്ല, ഓക്കെ ഇങ്ങനെയാണ് എന്റെ അവസ്ഥയുള്ളത്. അല്ല, എനിക്ക് ആ ഒരു കേസ് ഒന്നുകൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്താണ് കറക്റ്റ് ഉള്ളതെന്ന് നമുക്ക് അറിയണല്ലോ. ഇത് പുള്ളിക്കാരി എപ്പോഴും വയലന്റ് ആയിരുന്നു? അത് ചോദിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, എപ്പോഴും അല്ല. അതെന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞ ആ ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ്, 3-4 ദിവസമല്ല, ഒരാഴ്ച പിന്നിട്ടപ്പോ ഉണ്ടായിരുന്നു. ഒരു 3 തവണയാണ് ഞാൻ എന്റെ ഒപ്പം ഉള്ള സമയത്ത് ഉണ്ടായത്. 3 തവണയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊരു 10-20 മിനിറ്റാണ് ആ ഒരു സ്വഭാവ രീതിയൊക്കെ മാറുന്നതും ദേഷ്യപ്പെടുന്നതും കിട്ടുന്നതൊക്കെ എറിയുന്നതും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സിനിമയിലും സീരിയലിലോ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു സീനാണ് ശരിക്കും ഞാൻ നേരിട്ട് അനുഭവിക്കേണ്ട ഒരവസ്ഥ വന്നുപോയത്. പക്ഷെ പെൺകുട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അസുഖം ഉള്ളത് കൊണ്ട് ആയിപ്പോകുന്നതാണ്. അവർ അറിഞ്ഞു ചെയ്യുന്നതല്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങള് ഇത് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇത് പുള്ളിക്കാരിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നോ?
ഇഷ്ടമായിരുന്നു. എന്നോട് ഭയങ്കര ഇതാണ്, അത് ഏട്ടാന്ന് വിളിച്ചിട്ട് എന്നോട് ചായ കുടിച്ചു, അങ്ങനെ ഓരോ എല്ലാം ചെയ്തു, അങ്ങനെല്ലാം ചെയ്യും. പക്ഷെ അവള് ആക്ടിവിറ്റി അല്ലെ ആക്റ്റീവ് ആണെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സംതിങ് എന്തോ ഒരു പന്തിയോട് അവളെ ഭാഗത്ത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അതായത് ഇങ്ങനെ ഒരു ഭാഷയിൽ എനിക്ക് പറയണ്ടെന്ന് അറിയില്ല, എന്റെയൊക്കെ തോന്നിയ ഒരു ഇത് പറഞ്ഞ ഒരു പെൺകുട്ടിയാകുമ്പോ ഒരു പ്രായമാകുമ്പം അമ്മമാര് വളർത്തിയ അതിന്റെ ആ ഒരു എല്ലാ പക്വതയും നേടിക്കൊടുക്കേണ്ട ഒരു ഇത് അമ്മയുടെ കടമയാണ്. പക്ഷെ അതുപോലും ചില ഘട്ടങ്ങളിൽ അവർക്ക് അറിയാതെ പോകുന്നതും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഒരു ബാത്റൂമിൽ പോയി കഴിഞ്ഞാലോ അല്ലെ ഒരു സ്വന്തമായിട്ട് ഡ്രസ്സ് ചെയ്യാൻ അറിയാവുന്നുണ്ട്, അങ്ങനെ കുറെ ഒരു മന്ദബുദ്ധിയാണോ അല്ല അങ്ങനെ വെച്ചാൽ അല്ല, പക്ഷെ വിദ്യാഭ്യാസം ഉണ്ടോ വെച്ചാൽ ഉണ്ട്. പക്ഷെ എന്തോ ഞാൻ മനസ്സിലാക്കിയ ഒരു ഇത് പറഞ്ഞാല് ഒരു ലാളിച്ച് വളർത്തി വീട്ടില് തന്നെ അകത്ത് നിന്ന് ഇരുത്തിക്കൊണ്ട് വളർത്തി കഴിയുമ്പോണ്ടാവുന്ന ഒരു ഇത്, അതായത് പുറത്ത് ആളെ ഇടയിലൊന്നും പോകാണ്ടുണ്ടാവുന്ന, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെയാണ് അസുഖം ഉണ്ടെന്നില്ല അറിയുന്നത്. മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഇതിന്റെ സത്യം ശരിക്കും മനസ്സിലായത്. പിന്നെ രക്ഷിതാക്കള് നമുക്ക് അധികം പറയാൻ, ഒരു പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ഇതാവട്ടെ ചിന്തിച്ചായിരിക്കും ഒരു വിവാഹം കഴിച്ചു നോക്കാൻ കരുതിയിട്ടുണ്ടാവുക. പക്ഷെ വിവാഹം പോലും പറ്റില്ല എന്ന് ഡോക്ടറാണ് പറയുന്നത്. പിന്നെ ഞങ്ങളാണ് തളർന്നുപോയി. അതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു പേരായി ഡിവോഴ്സ് എന്നൊരു കാറ്റഗറി വേർഡ് വരുമ്പോ പലരും പല രൂപത്തിലൊക്കെയാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. അതിന്റെ സത്യം എന്നുള്ള യാഥാർത്ഥ്യവും ആരും അന്വേഷിക്കില്ല. ഡിവോഴ്സ് പറയുമ്പോ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് എനിക്കിപ്പം പോലും പെട്ടെന്നൊന്ന് സെറ്റ് ആവാത്തത്. ഡിവോഴ്സുകൾ എനിക്ക് വെക്കാനും പറ്റുള്ളൂ. തീർച്ചയായും നിങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഇപ്പൊ ഈ കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒന്നായിരിക്കും തോന്നുന്നത്, നിങ്ങളുടെ കാര്യം കഷ്ടമാണ്. പക്ഷെ അതേപോലെ തന്നെ ആ കുട്ടിയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഓക്കെ, ഈ മാതാപിതാക്കള് ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾ ചോദിച്ചില്ലായിരുന്നു? അവർക്ക് അസുഖമില്ലേ? മാതാപിതാക്കള് എല്ലാം സമ്മതിച്ചു. അതായത് വെച്ചാല് അസുഖമുള്ളത് അവർക്ക് ആകെ അറിയാൻ, മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നതാണ് 14 വർഷമായിട്ട്. പക്ഷെ വിവാഹം പറ്റില്ല എന്ന് ഡോക്ടർ പോലും പറഞ്ഞിരുന്നു അവരോട്. പക്ഷെ അവര് ഒരു ശ്രമം നോക്കി, അഥവാ എന്തെങ്കിലും മാറ്റം വന്നെങ്കിലോ എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാവും. അവരെ കുറ്റം പറയാനും കഴിയില്ല. ചിലപ്പോ കുട്ടിക്ക് മാറ്റം ഉണ്ടെങ്കിലോ എന്നുള്ളതോ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ അവർ ചിന്തിച്ചിട്ടുണ്ടാവും ഇവളെ നോക്കാൻ ഒരാള് വേണ്ടിയിട്ട് മാത്രം കഴിച്ചതാണോന്നും പറയാൻ പറ്റില്ല. തൃശ്ശൂർ നിന്നാണ് ഞാൻ കഴിച്ചത്, കൊടുങ്ങല്ലൂർ പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാൻ കഴിച്ചത് 2017. നിങ്ങളുടെ ദാമ്പത്യ ബന്ധം ഒക്കെ എങ്ങനെയായിരുന്നു? ദാമ്പത്യ ബന്ധം ഉണ്ടായിട്ടില്ല. അത് ഇങ്ങനെയൊന്നും അറിഞ്ഞതുകൊണ്ട് ആ രീതിയിലൊന്നും പോയിട്ടില്ല. അതിലൊന്നും അവൾക്ക് താല്പര്യക്കുറവ് കണ്ടിട്ടില്ല. അതിലെല്ലാം അവൾ ഇങ്ങോട്ട് ശ്രമം ഉണ്ടായി. പക്ഷെ ഞാനാണത് ഗ്യാപ്പ് കൊടുത്തത്. കാരണം അവളെ ആ മെന്റാലിറ്റി ഞാൻ അറിഞ്ഞു, അവൾക്ക് എന്താണ് തോന്നുന്നില്ല അറിഞ്ഞപ്പോ പിന്നെ ഞാൻ ഓൾറെഡി അതിന് തല്പരരാവില്ലല്ലോ. മാനസികമായിട്ട് മരുന്ന് അവളെ കഴിച്ചെങ്കിൽ തകർന്നതും അപ്സെറ്റായതും ഞാനാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുട്ടികളോ കാര്യങ്ങളോ ഇല്ല. അതായത് താലി കെട്ടിയ വന്നേ ഇപ്പൊ എന്നെ സംബന്ധിച്ചില്ല. അവള് സേഫാണ്, ഞാനും സേഫാണ്. വേറെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതില് ആരെയും തെറ്റു പറയാൻ പറ്റത്തില്ല. ഇതില് ആരെയും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. അത് ഒരു കേസാണ്. ഇതിപ്പോ ആ കുട്ടിയെ തെറ്റ് പറയാൻ പറ്റത്തില്ല, കുട്ടിക്കൊന്നും അറിയത്തില്ല. പറയാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ, അതുകൊണ്ട് നമുക്കും അവളെ തട്ടിക്കളിക്കാനും പറ്റിയില്ല. ഞാനൊരു കോടതിയിലേക്ക് കയറ്റാനോ അങ്ങനെയൊന്നും ആദ്യം തയ്യാറായിട്ടും അങ്ങനെ നിന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. എനിക്ക് അനുഭവം വന്നു. പിന്നെ ഞാനും ഇത് പക്ഷെ എന്റെ അടുത്തൊരു ഫോൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാല് ഇത് അറിഞ്ഞിട്ടും ഞാനിത് ആരെയും അറിയിച്ചില്ല. അതാണ് എന്റെ ഒറ്റ തെറ്റ്. വീട്ടുകാരെയോ എന്റെ സുഹൃത്തുക്കളെയോ ആരും ഞാൻ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറത്ത് ചിരിച്ചു നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാരും ഏകദേശം ആണുങ്ങളും അങ്ങനെ നടക്കത്തുള്ളൂ. അത് പുറത്ത് പറയാൻ ഒരു മടി കാരണം അങ്ങനെ കൊണ്ടു നടന്നു. പിന്നെ പോകവേ അവളെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ എല്ലാവർക്കും ഒരു ബോധ്യായി. പിന്നെ ആ വിഷമത്തിൽ ഞാനായിരുന്നു കുറച്ചു കാലം. പിന്നെയാണ് മറ്റൊരു ഇവിടെ ചിന്ത തുടങ്ങിയത്. അതിന്റെ ഇടയിൽ നമ്മളെല്ലാം സെറ്റിലാക്കി, കൊടുക്കല് വാങ്ങലെല്ലാം ക്ലിയർ ചെയ്തു. പിന്നെ അവരാണ് മുൻകൈ എടുത്തിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലേക്ക് ഇത് ശരിയാവുന്ന രീതിയിലേക്ക് ലീഗലായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അസുഖമുള്ളത് ഇപ്പം മനുഷ്യന്മാരല്ലേ. നാളെ ഇപ്പൊ എന്താണെന്ന് പറയാൻ പറ്റൂല, എന്താ പറ്റുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യമെല്ലാം നോക്കുമായിരുന്നു എന്ന് വെച്ചാൽ കുക്കിംഗ്, പിന്നെ തുണി അലക്കുക, ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതിലാണ് ഞാൻ അതിലേക്ക് വരികയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്തേക്ക് എന്റെ എല്ലാം അറിയണമല്ലോ. അതായത് ഇവൾക്ക് അങ്ങനെ പ്രോബ്ലം ഇല്ലപ്പോ ഇവരാദ്യം ഒന്നും ചെയ്യാൻ ഇവളെ അനുവദിക്കാതെ പോലെ കണ്ടത്. അവളെ ഒരു പണിയെടുപ്പിക്കില്ല, അങ്ങനെയൊക്കെ
അതായത് ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു ഉപമിക്കുന്നതാണ് ഞാനത്. അത് വെച്ചാൽ ഇപ്പം അവള് പറയുന്നു ഇപ്പൊ 12 മണിയാണ്, പക്ഷെ അത് ക്ലോക്കിൽ ചിലപ്പോ 10 മണി ആയിട്ടുണ്ടാവില്ല. പക്ഷെ അവള് 12 മണിയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ പറയും ആ മോളെ 12 മണിയാണ്. അപ്പൊ അതായത് അവൾ എന്ത് പറഞ്ഞാലും അത് അംഗീകരിച്ച് കൊടുക്കുന്ന രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. ഇത് ഒറ്റ മോളാണ്, ഒറ്റ മോള്. അപ്പൊ ഒന്നത്. രണ്ടാമത്തെ കാര്യം, അവളെ വേറൊരു പണി ചെയ്യിക്കുന്നില്ല. അപ്പൊ എനിക്കൊരു ഇവളെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാന് അവളെ പണിയെടുപ്പിക്കാൻ ഉദ്ദേശമല്ല, അവളെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ, ഒരു ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ കളിപ്പാട്ട സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മുടി കെട്ടിക്കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തു. ഒന്നത്. രണ്ടാമത്തത്, എന്റെ ഡ്രസ്സുകളെ വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോ ഇവള് പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഞാൻ വാഷ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ ഇങ്ങനെ ഇട്ട് അല്ല അവളെ കൊണ്ട് ഇവളെ അറിയോന്നറിയാനോ, അവൾക്ക് നോളജ് ഉണ്ടോ, അവരെ ആക്റ്റീവ് ആവുമെന്നുള്ള അറിയാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തി. അപ്പൊ അതൊക്കെ അവൾക്ക് അറിയാം, അത് ചെയ്യുന്നുണ്ട്. ബക്കറ്റിൽ വെള്ളം ഒഴിക്കുന്നു, വെളിയിടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പാടെ അമ്മ വന്നിട്ട് അത് ബ്ലോക്ക് ചെയ്യും. ഒന്നും ചെയ്യിപ്പിക്കൂല അവര്. ബ്ലോക്ക് ചെയ്യും. അത് അന്ന് അവരെ കൂടെ ഉണ്ടായിരുന്നത്, എന്റെ വീട്ടിലല്ല, ഈ പെണ്ണിന്റെ വീട്ടില്. അതാണ് ഈ കല്യാണത്തിന്റെ പ്രത്യേകത. ഇവരെന്നെ അങ്ങോട്ടേക്കാ കൊണ്ടുപോയത് കല്യാണം കഴിഞ്ഞപാട്. അത് ആദ്യം പറഞ്ഞിരുന്നില്ല. അതാണ് എല്ലാം ഒരു ചെയ്തിരിക്കുന്നത്. ഇവരെന്റെ അടുത്ത് പറഞ്ഞത് സ്റ്റേ ചെയ്യാ പറഞ്ഞിട്ട് അവിടെ ജോലിക്കാരും നോക്കിയാൽ മതി പറഞ്ഞിട്ട് എന്നെ അവിടെ നിർത്തിക്കാനും കൂടെ നോക്കിയത്. ആ നിർത്തിക്കാൻ നോക്കിയതിന്റെ റീസൺ ഇതായിരുന്നു, അവളെ ഇങ്ങനെ സുഖക്കാരി ആയതുകൊണ്ട് ഇവർക്ക് പുറത്തു പോകാൻ വേണ്ടി എന്നെ അവിടെ നിർത്തിക്കാനായിരുന്നു ഇവരുടെ ഉദ്ദേശം. എനിക്ക് പിന്നീട് മനസ്സിലായി. പിന്നെ ഞാൻ അതിൽ പെട്ടു. പിന്നെ എനിക്ക് പെട്ടെന്ന് എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ വിഷമെല്ലാരും അറിഞ്ഞ മോശമല്ലേന്ന് വിചാരിച്ച് വിഷമല്ലേ ആരും അറിയിച്ചില്ല. ഞാൻ ഉള്ളില് മേടിക്കൊണ്ട് കൊണ്ടുനടന്നു. ഇത് നമുക്ക് ആ കുടുംബക്കാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, നിങ്ങളെയും കുറ്റം പറയാൻ പറ്റുന്നില്ല. അതന്നെ, അവര് തെറ്റായിട്ടും പറയുന്നില്ല, പക്ഷെ അവര് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരൊരു ഇതില് നിമിത്തമായത് ഞാനായിട്ടില്ല. അതാണ് എന്നെ സംബന്ധിച്ച് ഒരു ലൈഫ് ഇല്ലാതെ പോയത്. കാരണം അതുകൊണ്ട് എനിക്കൊരു വിവാഹം ശരിയാകുന്നില്ല. ഡിവോഴ്സ് ഇങ്ങനെ കാറ്റഗറിയിലെ വേർഡ് ഇങ്ങനെ ഡിവോഴ്സിന് ഒരുപാട് അർത്ഥമുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഓരോ മേഡം ഓരോ സ്ത്രീകൾ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ട് വിഷമിക്കുകയായിരുന്നു. കാരണം ഓരോരാൾക്ക് ഒന്ന് ഭർത്താവ് വാരി കിട്ടുന്ന അനുഭവങ്ങൾ, ഞാനൊരു കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഉണ്ടായ അനുഭവം ഇങ്ങനെ. അപ്പൊ എല്ലാരും ഇപ്പൊ എന്നെ ഇപ്പൊ ഒരു പ്രൊപ്പോസൽ ഞാൻ ശ്രമിച്ചാലും ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഭാര്യ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യ ഇപ്പം വിധവയായിട്ട് അല്ലെങ്കിൽ ഈ എന്താ പറയാ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡി ആദ്യം ചിന്തിക്കുക എന്താ, മറ്റുള്ള അനുഭവങ്ങളെ പോലെ അല്ലും ചിന്തിക്കുള്ളൂ. പക്ഷെ അവരും തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ എന്റെ യാഥാർത്ഥ്യം ഇതാണ്. അപ്പോ ഒരു പുരുഷന്റെ വേദനയും കൂടെ സ്ത്രീകൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, അതിനേക്കാളും വിഷമിക്കുന്നതും പുരുഷന്റെ അകത്തും ഉണ്ടാകുന്നുണ്ട്. പുരുഷനെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, പക്ഷെ ഒരു സ്ത്രീയെ കൊണ്ട് വിഷമം എന്നല്ല പറയുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനും കൂടെ നമ്മൾ കടന്നുപോയ ആണ് എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ശരി, ഇതിലെന്താ പറയണ്ടേ? ഇതിലൊന്നും പറയാനില്ല. ഇതിൽ ആരും കണ്ടിട്ടെങ്കിലും ആർക്കെങ്കിലും ഒരു നല്ല മനസ്സ് തോന്നുകയാണെങ്കിൽ വരട്ടെ, അല്ലാതെ എന്ത് പറയാനാ. ഞാൻ ഇപ്പോഴും ഇത്രയും ആഗ്രഹിക്കുന്നില്ലു. എനിക്ക് ഞാൻ എന്റെ 2 സിസ്റ്റർ, എന്റെ അമ്മ, അച്ഛനില്ല. അപ്പൊ അമ്മയ്ക്ക് പോലും ഇപ്പൊ ഒരു വയറിനൊരു മുഴ ആയിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലാണ്. ഇപ്പൊ ഏകദേശം റെഡിയായി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അമ്മയെ ഒറ്റയ്ക്ക് ആക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ പോലും എന്റെ സിസ്റ്ററെ വീട്ടിലാണ് നിൽക്കുള്ളത്. ഞാനും ഇപ്പം ഭക്ഷണം കഴിക്കാൻ സിസ്റ്ററെ വീട്ടിൽ വന്നിട്ടാ ഉള്ളത്. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ സ്വന്തം നിൽക്കുന്നത്. അപ്പോ ആ അമ്മയുടെ ഒരു മാനസികാവസ്ഥ മെയിനായിട്ട് ഒരു മകന് വിവാഹം കഴിഞ്ഞ ഒരു ജീവിതം കാണാൻ കഴിയാത്തതാണ് അമ്മയുടെ മാനസിക പ്രയാസം. അപ്പൊ അതൊന്ന് കിടക്കുന്നു. അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഇത്രേ ഉള്ളൂ, കൂടുതൽ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു കൂട്ട്, നമ്മളെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിഷമായാലും ഒരു സന്തോഷമായാലും ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ട്, അത്ര മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതൊരു വയസ്സും നോക്കുന്നില്ല, പദവി മാറ്റാൻ ഇതൊന്നും നോക്കുന്നില്ല. ഞാനൊരു കുട്ടി ഉള്ള ആളായ പോലും ഞാൻ സ്വീകരിക്കും. കണ്ട ഒരു മോശം പറയാത്ത ഒരാളാവണമെന്ന് മാത്രം, വേറെ ഒന്നുമില്ല. ഞാൻ പ്രൊഫഷണലി ഡിസൈനറാണ്, ആർട്ടിസ്റ്റാണ്. ഞാൻ കോൺട്രാക്ട് വർക്ക് ചെയ്യും. ഞാൻ ജോലിയിലൊക്കെ സൂപ്പർവൈസറായി ജോലി ചെയ്ത ഒരാളാണ്. ഈ സാഹചര്യം കൊണ്ട്, വീട്ടിലെ ആളില്ലാത്ത സാഹചര്യം കൊണ്ട് നാട്ടിൽ സെറ്റിൽ ആവേണ്ടി വന്നതാണ്. ഞാൻ ബാംഗ്ലൂരൊക്കെ ഉണ്ടായതാണ്. അത്യാവശ്യം വേണ്ട ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ലൈഫിൽ ഒരു പാർട്ട്ണറാവും എന്തായാലും അങ്ങനെ ഒരു നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അനുഭവം ഇത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയിലുള്ള ഒരു അനുഭവമാണ്. പിന്നെ
നിങ്ങളടുത്ത് അതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നത് ശരിയല്ല. കാരണം ആ പെൺകൊച്ചു ഒരു കുറ്റക്കാരിയല്ല. ആ വീട്ടുകാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അവരും അവരുടെ മോളുടെ ഒരു ഇതല്ലേ, ചിലപ്പോൾ കല്യാണം കഴിച്ച് ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇതിപ്പം നമ്മളെ അച്ഛനും അമ്മ പറ്റുന്ന ഒരാള് പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ഒരു ആലോചന എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന ആലോചനയായിരുന്നു. ഒരു ഇടനിലക്കാരുണ്ടായിരുന്നു, ഫാമിലി ഫ്രണ്ട് തന്നെ. അദ്ദേഹമാണ് ഇവര് അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ലതാണ് അവിടെ നിങ്ങൾക്ക് ഞാൻ ഷോപ്പ് എക്സ്പീരിയൻസ് നല്ലോണം ഉള്ള ഒരാളാണ്, ഷോറൂം മാനേജർ ആയിട്ടുള്ള വർക്ക് ചെയ്യുക. അപ്പൊ അവരോട് പറഞ്ഞു അവർക്ക് ഷോപ്പ് ഉണ്ട്, അത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കണ്ടാലൊന്നും തോന്നത്തില്ലല്ലേ, ഇങ്ങോട്ട് പറഞ്ഞൊക്കെയാണ് നമ്മള് പോയത്. അല്ലെ ഇത് കണ്ടാലൊന്നും തോന്നത്തില്ലല്ലേ കുട്ടിയെ? കണ്ടാലൊന്നും വേറെ കുഴപ്പമൊന്നും തോന്നത്തില്ല. കണ്ടാൽ കുഴപ്പമുണ്ടായിട്ടില്ല. അതോടാണ് കല്യാണം പെണ്ണ് കാണാൻ പോകുമ്പോൾ പ്രശ്നം മനസ്സിലായിട്ടില്ല. കല്യാണത്തിൽ വീഡിയോ ഇങ്ങനെ ആടും ബേടും ഉണ്ടായപ്പോ പ്രോബ്ലം കണ്ടില്ല. അതാണ് അതിശയം. ഇത് എന്നൊക്കെ ഒന്നും ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ, എന്തായാലും നല്ലൊരാളെ എന്തായാലും കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമ്മളെ കോണ്ടാക്ട് ചെയ്യട്ടെ. ഞാൻ പലതും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എല്ലാരും മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരുന്ന സാറ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും മനസ്സിലാക്കി ഇങ്ങോട്ട് വരുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. എന്തായാലും എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന്. ദാസ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാം കുറെ കൂടെ മുമ്പേ വേണമായിരുന്നു എന്നാണ് എനിക്കൊരു അഭിപ്രായം. ഇത് നല്ല പ്രോഗ്രാമാണ്. ഇനിയും ഞാൻ ആഗ്രഹിക്കുന്ന സാറിന്റെ അടുത്തുനിന്ന് ഒരു പിന്നെ ഇപ്പൊ കുറെ പേരായതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ സ്പേസ് കിട്ടുമല്ലോ. ഓക്കെ ഓക്കെ, അങ്ങനെ കൂടെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ നല്ല തന്നെ എങ്കിലും അതിനേക്കാൾ ബെറ്റർ ആവാൻ മറ്റുള്ളവർക്കൊരു സഹായമാവും. അങ്ങനെയാകുമ്പോ അവര് ആ ഒരു ഇത് വരുമ്പോ മാത്രം അവരെ ശ്രദ്ധ തിരിച്ചെടുത്തിയാൽ മതിയല്ലോ. ഇപ്പൊ ഒരു കാസർഗോഡ് ഏരിയ, കാസർഗോഡ് ആ ഒരു മലബാർ ഏരിയ, അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാം. സ്ത്രീകൾക്കും പറയാനുള്ള ഒരു സ്പേസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും പറയാൻ. എന്തായാലും നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വ്യക്തി കിട്ടട്ടെ. എന്തായാലും എന്റെ ഫോൺ എടുത്തതിന് വളരെ ശരി.